വെൽക്കം ടു ഓണം സ്പെഷ്യൽ #. പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ, #ലേക്ക് സ്വാഗതം. അതെന്താ ചാൾസേ, നീന്ന് ഫുൾ മലയാളത്തിലായോ? അല്ല, ഇതൊക്കെ എടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇന്നതാണ് 15 മിനിറ്റ് നേരത്തെ തന്നെ #. എത്തിയിരിക്കുന്നതെന്ന്. ഇനി മുതൽ 10 ദിവസം ഞങ്ങൾ 15 മിനിറ്റ് നേരത്തെ തന്നെ എത്തും. ഒപ്പം തന്നെ ആപ്പ് സ്റ്റോറിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി #ഉം ആപ്പ് സ്റ്റോറിയും ഒക്കെ ഒരുമിച്ചായിരിക്കും. എന്തുകൊണ്ട് അരമണിക്കൂർ നേരത്തെ തുടങ്ങിക്കൂടാന്ന് ചോദിക്കുന്ന പോലെ 15 മിനിറ്റ് നേരത്തെ ഇത്തവണ തുടങ്ങിക്കുക. എന്തൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ? അല്ല, നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് പതുക്കെ ഓണപരിപാടികൾ എന്തായാലും വേണമല്ലോ. #. എന്തായാലും ഓണം സ്പെഷ്യൽ ആണ്. തീർച്ചയായും. അപ്പൊ സാധാരണ നമുക്ക് കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ പാടി തുടങ്ങിയാലോ? ഓഫ് കോഴ്സ്, തുടങ്ങാം. നീയാണോ പാടാൻ പോകുന്നത്? വേണമെങ്കിൽ പാടാം. മാവേലി നാട് വാണിടും കാലം. അത്രയ്ക്ക് എന്തായാലും ഓൺലൈനില് കുറെ ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഓണക്കാലത്ത് കുറെ രസമായിട്ടുള്ള ഓണപ്പാട്ടുകളൊക്കെ ഇറങ്ങാറുണ്ടല്ലോ. ഓൺലൈനിലും അതുപോലെ ഓണപ്പാട്ടുകൾ ഇറങ്ങാറുണ്ട്. ഓണപ്പാട്ടുകൾ മാത്രമല്ല, മലയാള സിനിമാ സംഗീതം അല്ലെങ്കിൽ മലയാള സിനിമ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, M3DB. M3DB എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? IMDb ഒക്കെ പോലൊരു സംഭവമാണോ? യെസ്, അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു കളക്റ്റീവ് ആണ്. അതായത് മലയാളം മൂവീസ് ആൻഡ് മ്യൂസിക് ഡാറ്റാബേസ്. ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വേണ്ടിയിട്ട് #ന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ ഓണക്കാലത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ M3DB സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് #ന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയല്ല, അപ്പോൾ പാലക്കാട് തേങ്കുറിശ്ശിയിലാണ് അവരെല്ലാവരും നമുക്ക് വേണ്ടി ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലം മൊത്തം നമ്മൾ M3DB സുഹൃത്തുക്കൾക്കൊപ്പമാണ്. മലയാളത്തൊടിനീളേ പൂത്തിരുവോണം, മാവേലിക്കരയാകെ പൂവിളി പൊടിപൂരം, കാണിപ്പൊന്നൂതിരുക്കി കസവാടകൾ ചാർത്തിയൊരുങ്ങി, കാണിപ്പൊന്നൂതിരുക്കി കസവാടകൾ ചാർത്തിയൊരുങ്ങി, ഇലയിട്ടൊരു സദ്യയൊരുക്കാം പോരൂ കിളിമകളെ, മലനാടിൻ കളമൊഴി. മലയാളത്തൊടിനീളേ പൂത്തിരുവോണം, മാവേലിക്കരയാകെ പൂവിളി പൊടിപൂരം. #ന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് M3DB സുഹൃത്തുക്കളാണ്. അവരുടെ M3DBയുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഓണപ്പാട്ടുകളെ കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഓണക്കാലത്ത് നമ്മോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ ബൃഹത്തായ ഒരു ഡേറ്റാബേസാണ് മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എന്ന് വിശദമായി പറയുന്ന M3DB. ഇത് തുടങ്ങുന്നത് ഏകദേശം 2003-2004 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് നമ്മളൊരു യാഹൂ ഗ്രൂപ്പിൽ കുറച്ച് മലയാളം പാട്ടുകളുടെ വരികൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ എഫേർട്ട് തുടങ്ങി. ആ സമയത്ത് ഉമേച്ചി, അതുപോലെ നീലക്കുറിഞ്ഞി, അങ്ങനെയൊക്കെയുള്ള ചില സുരേഷ് കുമാർ, ഷാർജ, അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളെല്ലാം കൂടെ ചേർന്ന്
വരികൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അത് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഫോമിലേക്കാക്കി. ജോ എന്ന് പറയുന്ന ജോസഫ് തോമസ്, പിന്നെ റോഷൻ, ഇവരൊക്കെ ചേർന്നിട്ടാണ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ ചെയ്തത്. അത് മലയാളം സോങ്സ് ലിറിക്സ്.com എന്ന് പറയുന്ന ഒരു വരികളുടെ കളക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വെബ്സൈറ്റ് എന്ന രീതിയിൽ തുടങ്ങി. അത് ഏകദേശം ഒരു 10,000-ഓളം പാട്ടുകളുടെ ഹിറ്റ് പാട്ടുകളുടെ വരികൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്താണ് ഈ മലയാളം ബ്ലോഗുകളൊക്കെ ആ സമയത്ത് വളരെ പോപ്പുലറായത്. 2006, 2007 ബ്ലോഗുകളൊക്കെ വളരെ പോപ്പുലറായി. അതുപോലെ തന്നെ ബ്ലോഗുകളോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് മലയാളം യൂണിക്കോഡിൻ്റെ വളർച്ചയും. അപ്പോൾ ആ സമയത്ത് മലയാളം യൂണിക്കോഡിൻ്റെ ഒരു പ്രധാന ഒരു പ്രവർത്തകനായിരുന്നു കെവിനാണ് അഞ്ജലി ഫോണ്ട് എന്ന് പറയുന്ന, അഞ്ജലി ഓൾഡ് ലിപി എന്ന് പറയുന്ന ഫോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കെവിനോട് നമ്മൾ ഈ പാട്ടുകൾ എങ്ങനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിനെ എങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങി വെക്കുമ്പോൾ കെവിൻ തന്നെ അന്ന് മുതൽ ഈ സൈറ്റിന് വേണ്ടിയിട്ട് സൈറ്റിൻ്റെ ഒരു പ്രധാന ഇൻ്റഗ്രേറ്ററും ഡെവലപ്പറുമായിട്ട് കടന്നു വരികയാണ്. ഇന്ന് മലയാളം എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് മലയാളം എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. ഈവൻ ഫോണുകളിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മലയാളം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് ഒന്നും അല്ലായിരുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രത്യേകം സെറ്റിങ്സൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് മലയാളം വായിക്കാനും പിന്നെ എഴുതുന്നതും പിന്നീട് അതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റ് നമ്മൾ മംഗ്ലീഷിൽ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. കാരണം നമ്മളുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ ആ മലയാളത്തിൻ്റെ ആ ഫോണ്ടിൽ തന്നെ മലയാളം പാട്ടുകളെ നമുക്ക് കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ മലയാളം പാട്ടുകളെയെല്ലാം മലയാളത്തിൻ്റെ ഫോണ്ടിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. അതൊക്കെ കെവിൻ്റെ ഒരു ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ 2007, 2008 ആ കാലഘട്ടങ്ങളിൽ ബ്ലോഗുകൾ തഴച്ചു വളർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലോഗുകൾ തഴച്ചു വളർന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സൗഹൃദങ്ങളും തഴച്ചു വളർന്നു. അപ്പം അങ്ങനെയാണ് ഈ മലയാളം സോങ്സ് ലിറിക്സ്.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അത് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ളൊരു ഡേറ്റാബേസിലേക്ക് കൊണ്ടുവരാമെന്ന് ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിനിമകളുടെ ഇൻഫർമേഷനൂടെ ചേർത്തിട്ട് മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എന്ന് പറയുന്ന m3db.com എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അന്ന് ഒരു 2010 M3DBയുടെ ടെക്നിക്കലായിട്ടുള്ള തുടക്കം. നമ്മളുടെ ഈ വീട്ടിൽ വെച്ച് തന്നെ 2010 ഡിസംബർ 20 ജോൺസൺ മാഷ് ഈ വീട്ടിൽ വന്ന് PT കുഞ്ഞു മുഹമ്മദും കൂടിയാണ് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. സത്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ M3DBയുടെ അണിയറ പ്രവർത്തകർ കുറച്ച് പേര് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അവരന്ന് ഒത്തുചേരുന്ന ഒരു ദിവസമായിരുന്നത്. അത് നമ്മൾ M3DBയുടെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിന് വേണ്ടിയിട്ട് കൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആശങ്കയായിരുന്നു. കാരണം ഒരു ചെറിയൊരു വീട്ടിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിലേക്ക് ജോൺസൺ മാഷെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി വരുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ജോൺസൺ മാഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഗീതജ്ഞനിലുപരിയായിട്ട് ജോൺസൺ മാഷ് പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ഈ സംഗീതത്തിൻ്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള ഒരു ദീർഘവീക്ഷണമുള്ള വ്യക്തി കൂടിയായിരുന്നു. കാരണം അദ്ദേഹം ഈ IPSR എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ കുറേ കാലം ഈ മലയാളം പാട്ടുകളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ ജോൺസൺ മാഷ് വേറെ ഒന്നും ചിന്തിച്ചില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അങ്ങനെ വെബ്സൈറ്റിൻ്റെ രക്ഷാധികാരിയായിട്ട് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പേ അദ്ദേഹം പോയി. ജോൺസൺ മാഷ് അന്ന് തുടക്കമിട്ട് ഒരു ചെറിയ വെബ്സൈറ്റ് ഇപ്പോൾ 4-5 വർഷം പിന്നിടുമ്പോൾ സത്യത്തിൽ മലയാളത്തിലെ ഒരു മുൻനിര ഡേറ്റാബേസുകളിൽ ഒന്നായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഏകദേശം 10-16,000-ഓളം പാട്ടുകളുടെ വരികളും മലയാളത്തിൽ 1928 മുതൽ പുറത്തിറങ്ങിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളുടെ ഇൻഫർമേഷനും ഒക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ ഡേറ്റാബേസായിട്ട് മാറി. അപ്പം ജോൺസൺ മാഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് മാഷിൻ്റെ ഒരു പാട്ടോട് കൂടി ആയിരിക്കട്ടെ. ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആയർപ്പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ
മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുപോരെ നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിൽ വളരെ കുറച്ച് റിസോഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് പേര് പണ്ട് മലയാളം ബ്ലോഗിങ്ങിലൂടെ പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പലഭാഗത്തിരുന്ന് ചെയ്തു തുടങ്ങിയ ചെറിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു ചെറിയ ഡേറ്റാബേസ്. ആ ഡേറ്റാബേസിൽ നിന്ന് ഈ നിലയിലേക്ക്, ഇന്ന് കാണുന്ന നിലയിലേക്ക് അത് മാറാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഉണ്ടായ വളർച്ചയാണ് ഞങ്ങൾ ഈ മാറ്റം എന്ന് പറയുന്നത്. ഈ വളർച്ചയെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു വളർച്ചയാണ്. ഒരു കുഞ്ഞൻ റേഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ റേഡിയോ സ്ട്രീമിംഗ്, നമ്മുടെ തന്നെ ആർട്ടിസ്റ്റുകൾ കവർ വേർഷൻസ് പാടിയതും അല്ലാതെ ഒറിജിനൽ വേർഷൻസ് പാടിയതും സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൻ റേഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗാഡ്ജറ്റ്സ് ഞങ്ങൾ ഇതിൻ്റെ MTV ഹോം പേജിൽ വയ്ക്കുകയുണ്ടായി. പിന്നെ അതിനോടൊപ്പം കിരൺസ്, നിഷികാന്ത്, രാജേഷ് രാമൻ, ബഹുബ്രീഹി എന്നിവർ ചേർന്നുണ്ടാക്കിയ ഈണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ശരിക്കും ഒരു കൺസെപ്റ്റായിരുന്നു. ആ കൺസെപ്റ്റിൽ നിന്ന് വളർന്നു വന്നു 8 വർഷങ്ങളായിട്ട് ഓണ സമയത്ത് ഓണം പാട്ടുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് വയലേഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യഥേഷ്ടം ഉപയോഗിക്കാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഓണപ്പാട്ടുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രയത്നങ്ങൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ വേണുഗോപാൽ പാടിയ ആദ്യത്തെ ഒരു സിനിമ, ഒരു കമേഴ്ഷ്യൽ സിംഗർ, അതായത് ഒരു പിന്നണി ഗായകൻ്റെ ഒരു ഓൺലൈൻ ആൽബം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് വേണുഗോപാലിൻ്റെ ഒരു ആൽബം, ഒരു 6 പാട്ടുകൾ അടങ്ങിയ ഒരു ആൽബം നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ ചെറിയ ചെറിയ പ്രയത്നങ്ങൾ, ഇത് ചെറുതെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ പ്രയത്നം ശരിക്കും വളരെ വലുതാണ്. പൂവേ പൊലി പാടി വന്നു പൂവാലൻ പൂത്തുമ്പി പൊന്നോണപ്പാട്ടുണർന്നിട നെഞ്ചിൽ